എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞാറ്റയ്ക്ക് നൈറ്റ് എന്ന ഒരു പെട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പെട്ടിക്കകത്ത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഫുള്ള് കുഞ്ഞാറ്റയ്ക്കാണ് കേട്ടോ. ഇതിൽ എനിക്കൊന്നുമില്ല. സാധാരണ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് എനിക്കാണ് വരാറുള്ളത്. പക്ഷെ ഇത്തവണ വന്നിട്ടുള്ളത് കുഞ്ഞാറ്റയ്ക്കാണ്. സ്കൂൾ ഓപ്പണിംഗ് സ്കൂളിൽ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിക്കൊണ്ട് സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആണല്ലോ. അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാത്രം അതെ മക്കൾക്ക് വേണ്ടിട്ട് പാവം. അപ്പൊ പാവം കുട്ടി ഇതുവരെ എന്ത് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ കുഞ്ഞാറ്റ് ഒരുങ്ങിയിരുന്നത്. മമ്മിയുടെ ലിപ്സ്റ്റിക്ക്, മമ്മിയുടെ ഐലൈനർ, മമ്മിയുടെ എന്താ മുഖത്തിടുന്ന കോമ്പാക്ട്, പൂരിക്ക എഴുതുന്ന അതൊക്കെ മമ്മിയുടേത്. അപ്പൊ ഇത്തവണ നമ്മള് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് കുറച്ച് ഐറ്റംസ് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കുഞ്ഞാറ്റ് സ്കൂളിൽ പോകുമ്പോ ഇതൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് പോകൂലേ. അപ്പൊ അതൊക്കെ ആവശ്യം ചാടി പോകും. ഓക്കെ, അപ്പൊ നമ്മള് മമ്മിയുടെ പുള്ളിമാനല്ലേ. അപ്പൊ നമ്മളിനി ഓരോന്നായിട്ട് കാണിച്ചു തരാം അല്ലേ. ഫസ്റ്റ് വൺ തന്നെ ലിപ്സ്റ്റിക് അല്ല കേട്ടോ. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം ആണ്. ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഇപ്പൊ ഇത് കുട്ടികൾ അറിയാലോ, ലിപ്സ്റ്റിക് ഇടാണ്ട പുറത്തേക്ക് ഇറങ്ങൂല അല്ലെ. നമ്മൾ പാരന്റ്സ് അങ്ങനത്തെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എവിടേക്കെങ്കിലും, ഞാനൊക്കെ ലിപ്സ്റ്റിക്കിന്റെ ആളാണ്. വീട്ടില് വരെ ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കണമെന്നാണ് ഗൈസിന്റെ പോളിസി. ചുണ്ട്. അപ്പൊ മമ്മി പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഇത് ലിപ് ബാം കുഴപ്പമില്ല കേട്ടോ. ലിപ് ബാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ലതാണ്. എന്തെങ്കിലും ഫേസസ് കാനഡയുടെ ലിപ് ബാം ആണ്. ഇത് പാരബൻ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, അനിമൽ ടെസ്റ്റ് ഫ്രീ ആണ്. അപ്പൊ കുഴപ്പമില്ല. അത്യാവശ്യം വാട്ടർമെലന്റെ ഒരു ഫ്ലേവർ ആണ്. പിന്നെന്താണ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ SPF 15, പിന്നെന്താ ഷിയാ ബട്ടർ ആണ്, മോയ്സ്ചറൈസിങ് ഒക്കെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 175 രൂപയാണ്. അപ്പൊ ഇത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം കുറെ ദിവസമായി ഇത് വന്നിട്ട്. പക്ഷെ ഒരാഴ്ചയും കൂടെ വരാനുണ്ടായിരുന്നു. ഒരു എന്താ ഇത് എന്താണ് സൺസ്ക്രീൻ, കിഡ്സിന്റെ സ്കൂളേഴ്സിനുള്ളൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അതുകൂടെ വരാനുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറെ ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും അത് ചുമ്മാ നമുക്കൊന്ന് കാണിക്കാന്ന്. ഇങ്ങനെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ കാണിച്ചാൽ മതിയല്ലോ. അപ്പം പൊട്ടിക്കട്ടെ അവരുതല്ലേ. മമ്മി തരാം. ഔട്ടായി. നമുക്കിങ്ങനെ അൺബോക്സിംഗ് ഇല്ല. എന്നെ കുട്ടികളെ അൺബോക്സ് ചെയ്യില്ല. അൺബോക്സിംഗ് ഗൂഡ്. മമ്മിയുടെ മമ്മി അൺബോക്സ് ചെയ്യുക. അത് കുഞ്ഞാറ്റയുടെ ആണല്ലേ, അതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഫേസസ് കാനഡയുടെ വാട്ടർമെലൺ ലിപ് ബാം ആണ്. നമുക്കിത് ചുമ്മാ ഞാൻ ഡേറ്റ് ഒക്കെ നോക്കിയതാണ്. ഇങ്ങനെ കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി മറ്റേ നമ്മുടെ മാജിക് ലിപ്സ്റ്റിക്കിന്റെ പോലെ കുറെ നേരം ഇരിക്കുമ്പോ റെഡ് കളർ വരുന്നതാണെന്ന് അറിയില്ല. കുട്ടികളെ പറ്റിക്കാൻ ഇത് മതിയല്ലോ. ഇതാണല്ലോ നല്ലത്. ഡെയിലി ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മള് സ്കൂളിൽ പോകുമ്പോൾ അവിടെ ലിപ്സ്റ്റിക് ഒന്നും ഇടില്ലല്ലോ. അതിന് പകരമാണ് ലിപ് ബാം ഇട്ടിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോവാ. ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ലിപ്പിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. പിന്നെ കുട്ടികള് സ്കൂളിൽ പോകുമ്പോ ലിപ്സ്റ്റിക് ഇട്ടാല് ടീച്ചർ ചീട്ടായി അടിച്ച് ഓടിക്കലാണ്. കാരണം ഈ ലിപ് ബാം നല്ല യൂസ്ഫുൾ ആയിരിക്കും ലിപ് ബാം. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിട്ട് കുഞ്ഞാറ്റയ്ക്കുള്ള ഐലൈനർ ആണ്. കണ്ണൊക്കെ നമ്മളെല്ലാ കുട്ടികളും കണ്ണൊക്കെ എഴുതിയിട്ടാണല്ലോ സ്കൂളിലൊക്കെ പോകും. അപ്പൊ ഇത്രയും നാള് ഇവിടെ പോവാണെങ്കിൽ എന്റെ ഐലൈനർ വെച്ചിട്ടാണ് കണ്ണ് എഴുതാറുണ്ട്. ഞാനും കണ്ണൊക്കെ എഴുതി തന്നെയാണ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇവൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഓയിലി സ്കിൻ ആണ്. അപ്പൊ അതുകൊണ്ട് കുറെ നേരം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലത് തന്നെ വേണമല്ലോ. അപ്പൊ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യണ നമ്മുടെ ലാക്മേയുടെ ഒരു ഐലൈനർ ആണ് എടുത്തിട്ടുള്ളത്. സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ എന്താണ്
എല്ലാവർക്കും നോർമലി അറിയുന്ന ആ ഒരു സംഭവമില്ലേ, അതാണ് ഗൈസ് ഇത്. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ആലോവേര ജെല്ലാണ് കേട്ടോ. ആലോവേര ജെല്ല് നമുക്ക് എവിടെ യൂസ് ചെയ്യാമല്ലോ, ഹെയറിൽ യൂസ് ചെയ്യാം, ബോഡിയിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ചൊരു ചെറിയ രീതിയിലൊരു ഡ്രൈ സ്കിൻ ഒക്കെയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത്ര നാളും യൂസ് ചെയ്തോണ്ടിരുന്നത് എന്താണ് മാമ എർത്തിന്റെ ഒരു ബോഡി ലോഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്മെല്ല് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇനി കുഞ്ഞുമാവുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മള് അലോവേര ജെല്ല്, ജസ്റ്റ് വെറും അലോവേര ജെല്ലില്ലേ, വേറെ എക്സ്ട്രാക്റ്റുകളൊന്നും ചേർക്കാത്ത പ്യൂർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് ഇത്. സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതും കുഞ്ഞാറ്റയ്ക്ക്. പിന്നെ നമ്മള് നൈക്കയുടെ ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് നോർമലി ഉള്ള ടാൽക്കം പൗഡർ യൂസ് ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാമ എർത്തിന്റെ ആയിരുന്നു. പിന്നെ കുഞ്ഞാവയ്ക്ക് വേണ്ടിട്ട് സെബാമെഡ് വാങ്ങിച്ചപ്പോ രണ്ടുപേർക്കും അതും കൂടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇട്ട് കൊടുത്താൽ അവർക്ക് പൗഡർ ആണെങ്കിൽ അത് പിള്ളേരെ മേത്തിയത് പെട്ടെന്ന് അത് എനിക്കറിയില്ല വേറെ ആൾക്കാരുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇവർക്ക് എന്തോ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഫേസിന് ചേരില്ല. നേരെ മറിച്ച് കോമ്പാക്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറെ നേരം ലാസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഫേസിൽ കോമ്പാക്ട് ആയിട്ട് എടുക്കും. ഇപ്പൊ എന്റെ കോമ്പാക്ട് ആണ് ഇട്ടിട്ടുള്ളത് ഫേസില്, മമ്മിയുടെ. അപ്പൊ വേറെലും അത് ഫേസിൽ ഉണ്ടാവും, ഫേസിലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പൊ യൂഷ്വലി എല്ലാ കുട്ടികളും പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് സ്കൂളിലൊക്കെ പോകുമ്പോഴും എങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും പിള്ളേരും പൗഡർ ഒക്കെ ഇടാറുണ്ട്. അപ്പൊ പൗഡർ ഇടുന്നതിനെക്കാട്ടിയും നല്ല കോമ്പാക്ട് ഇടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നൈക്കയുടെ ഒരു ഇവരുടെ ഷെയ്ഡിനുള്ള ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 200 സംതിങ് ആണെന്ന് തോന്നുന്നു ഇതിന്റെ റേറ്റ്, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഐബ്രോ പെൻസിലാട്ടോ, പുതിയ അപ്പൊ ഐബ്രോ പെൻസിൽ ഇതും കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാത്രം. ഇത് മമ്മിക്ക് തരില്ലല്ലോ. പിന്നെ നല്ല സ്നേഹനദിയായിട്ടുള്ള കുട്ടിയല്ലേ, അപ്പൊ തരൂല്ലേ. ഓക്കെ, താങ്ക് യു. പിന്നെ ഇത് ഡ്രസ് ചെയ്ത് വയ്ക്കുന്നതല്ല, ഇതിലെങ്ങനെയൊക്കെ ഉണ്ടോ, ഉണ്ടല്ലോ. ഇത് നല്ല തിളങ്ങണം ഗൈസ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ക്ലെൻസർ ആണ് കേട്ടോ. ഇത് പേഴ്സണലി ഞാൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് ഇതുവരെ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലെൻസർ വെച്ചിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കുഞ്ഞാടെ കിടക്കുന്നുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണത്. അപ്പൊ ഞാനിത് സ്കൂളിൽ പഠിക്കുമ്പോ ഞാനിത് ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മുടെ കഴുത്തില്, ബാക്ക് നെക്കില്, ചെവിയുടെ സൈഡില്, നമ്മുടെ കൈയിന്റെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ എന്താ പറയാ, എന്തെങ്കിലും ഇരിക്കണേ ഒക്കെ എന്താ പറയാ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അഴുക്കുകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കാണാത്ത ഈവൻ ഫേസിൽ വരെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലെൻസിങ് വാട്ടർ ഒരു കോട്ടണിൽ എടുത്തിട്ട് നമ്മൾ ഫേസിലൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കോട്ടൺ ഭയങ്കരമായിട്ട് കറുത്ത കളറിൽ കിട്ടും. അത്രയും അഴുക്കാണ് നമ്മുടെ മുഖത്തൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടാവും, എല്ലാവരുടെ മേത്തും ഉണ്ടാവും. നമ്മുടെ ഫേസിൽ നമ്മുടെ ഫേസൊക്കെ എപ്പോഴും നമ്മുടെ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചിരിക്കുവേ, നല്ലപോലെ ചിരിക്കുവേ. അപ്പൊ എന്താ പറയാ, ഫേസ് വാഷ് ഒക്കെ വെച്ച് ഫേസ് കഴുകിയാലും ഈ സ്കിന്നിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള അഴുക്കുകളൊക്കെ അവിടെ ഉണ്ടാവും. കുറെ കഴിയുമ്പോഴാണ് അതിങ്ങനെ എന്താ പറയാ, അവിടെ സ്ഥലം ഇല്ലാണ്ടാവുമ്പോ പിന്നെ അതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ നമ്മളിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഉറച്ചെടുക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ തോല് പോലെ ഇങ്ങനെ അഴുക്ക് വരുന്നത്. അപ്പൊ എസ്പെഷ്യലി ഇങ്ങനെ ബാക്ക് നെക്കിലൊക്കെ ഉറയ്ക്കുമ്പോ നമുക്ക് നല്ല കട്ട് ചെളി കിട്ടും. അത് നമ്മൾ കുളിക്കാത്തോണ്ടൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് ഡെയിലി അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഓക്കെ, അത് മേ ബി പോവുമായിരിക്കും മേത്തുനിന്ന്. പക്ഷെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എന്തായാലും ഡെയിലി എണ്ണ തേച്ച് കുളിക്കാനൊന്നും പറ്റില്ല. സ്കൂളിലൊക്കെ ദിവസമൊക്കെ അവരെ എണ്ണയൊക്കെ പൊതിപ്പിച്ച് കുളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാല് അവരുടെ എന്താ പറയാ, ഇങ്ങനെ കഴുത്തലോ ഫേസിലൊക്കെ ഒരു വീക്കിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ചളിയൊക്കെ ഒന്ന് പോയിട്ട് കിട്ടും. ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി വാങ്ങിച്ചത്. പിന്നെ കുട്ടികൾ ഇപ്പൊ തന്നെ എന്താ പറയാ, നമ്മുടെ പേഴ്സണൽ കെയർ, സെൽഫ് ലവ് ഒക്കെ ഇപ്പൊ തന്നെ ഉണ്ടാവട്ടെ. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമല്ലേ, വ്യക്തി ശുചിത്വം ഒക്കെ ഉണ്ടാവണ്ട. അതുണ്ടെങ്കിലല്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ബേസിക് ആയിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ അല്ലെ കുട്ടികൾക്ക്. പിന്നെ
മിസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്കൂളേഴ്സിന്റെ ഒരു സൺസ്ക്രീനും അയച്ചിട്ടുണ്ട്. കുട്ടികളെ സൺസ്ക്രീൻ ഇടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശരിക്കും വലിയ ആൾക്കാർക്ക് മാത്രമാണോ സൺസ്ക്രീൻ എന്ന്? അല്ല, കുട്ടികൾക്കും സൺസ്ക്രീന് ആവശ്യമാണ്. കാരണം സ്കിൻ ഡാമേജ് എന്ന് പറയുന്നത് എന്താ പറയാ, അത് സൂര്യപ്രകാശത്തിന് അറിയില്ലല്ലേ വലിയ ആളാണോ ചെറിയ ആളാണോ എന്നൊന്നും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും നമ്മള് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ കുഞ്ഞാറ്റയ്ക്ക് സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂളേഴ്സിന്റെ ഒരു സൺസ്ക്രീൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോ അത്യാവശ്യം എന്താ പറയാ നല്ല റിവ്യൂ ഒക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നൊക്കെയാണ് റിവ്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് എത്തിയിട്ടില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കൂള് തുറക്കുമ്പോഴേക്കും എന്താ പറയാ അവളുടെ ചുന്തിരിമണിയായിട്ട് കുഞ്ഞാറ്റിനെ പറഞ്ഞേക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടുള്ളത്. ഇത്രയും കാലം നമ്മൾ രണ്ടാളും എന്താണ് ഇതാ എനിക്കാണടാ. അപ്പൊ ഇത്രയും കാലം നമ്മൾ രണ്ടുപേരും സെയിം പ്രോഡക്ട്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഇവൾക്ക് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചതാണ്. അപ്പൊ വീഡിയോ എത്രയുള്ളൂ. കുഞ്ഞാൾക്ക് അറിയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ എക്സ്പെക്ട് ചെയ്യാ. ബൈ. My name is Alinder Zilika. Bye bye. Okay, bye bye.